ആസക്തി അഥവാ അഡിക്ഷൻ പല രീതിയിലാണുള്ളത്. ലോക ആരോഗ്യ സംഘടനയായ WHO ആണ് ഈ അഡിക്ഷൻ എന്ന പദം നിർവചിച്ചത്. ഇന്ന് ജനത മദ്യം, മയക്കുമരുന്ന്, TV, സിനിമ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് അങ്ങനെ സ്മാർട്ട് ഫോൺ വരെയും പലതരത്തിലുള്ള ആസക്തിയിൽ അടിമപ്പെട്ടിരിക്കുകയാണ്. യുവതലമുറയ്ക്കും മറ്റുള്ളവർക്കും ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഈ സോഷ്യൽ മീഡിയകളൊക്കെ അവർക്ക് ഒരു ഹരമാണ്. അതിലേക്ക് അവർ ആസക്തരാണ്. ഗുണദോഷ സമ്മിശ്രിതമാണ് ഇതിൻ്റെ ഫലം. അതുപോലെയുള്ള ഫേസ്ബുക്ക്, ട്വിറ്റർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ ഫലങ്ങൾ എന്തുകൊണ്ടായാലും അധികമായാൽ അതും ദോഷം ചെയ്യും അതിൻ്റെ ഉപയോഗം എന്ന് നാം മനസ്സിലാക്കണം. ഇൻ്റർനെറ്റിൻ്റെ നിരന്തരമായുള്ള അനാവശ്യമായ ഉപയോഗം ചിലർക്ക് ലഹരിയോ ഉത്തേജനമോ സംതൃപ്തിയോ ആഗ്രഹ സാഫല്യമോ ഒക്കെ നൽകുന്നു. പക്ഷേ നിരന്തരം ആവർത്തിക്കപ്പെടുമ്പോൾ അതൊരു ആസക്തിയായി മാറുന്നു. സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്ന അവസ്ഥയെത്തുന്ന ഒരു മാനസിക അവസ്ഥയുണ്ടാകുന്നു. ശാരീരിക പ്രശ്നങ്ങൾ അവയ്ക്കൊക്കെ വഴിതെളിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. പഠനത്തിലുള്ള താല്പര്യം കുട്ടികൾക്ക് കുറയുന്നു, ജോലിയിലുള്ള താല്പര്യം കുറയുന്നു, ഉറക്കം, വിശ്രമമില്ലായ്ക, ഉത്കണ്ഠ, സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, താല്പര്യമില്ലാതിരിക്കുക, വായനാശീലം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ പോലും വായിക്കാനും പഠിക്കാനും താല്പര്യമില്ലാതിരിക്കുക. ഇങ്ങനെ ഈ സൈബർ അഡിക്ഷൻ കൊണ്ട് സമൂഹം അങ്ങനെ ഒരു സോഷ്യൽ മിങ്കിളിംഗ് ഇല്ലാത്തൊരവസ്ഥയിൽ മിക്കവരും കടന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ചിലർക്ക് ബോധക്ഷയം, നിയന്ത്രിക്കാനാകാത്ത ആസക്തി, ഓരോ കാരണങ്ങൾ കണ്ടെത്തി സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ അവർക്കൊരു ഹരമായിത്തീരുന്നു. തന്നിമിത്തം നേത്രരോഗങ്ങൾ ഉണ്ടാകുന്നു. ചിലർക്ക് അമിത ഉപയോഗം കൊണ്ട് മൂക്കിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാകുന്നു. പെരുമാറ്റത്തിലുള്ള വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ, മൂഡ് ഡിസോർഡർ, ഹൈപ്പർ ആക്റ്റീവ്നെസ്, അക്രമ സ്വഭാവം, ശരിക്ക് ചിന്തിക്കാൻ സാധിക്കാതെ വരിക, അകാരണമായ ഭയം, ഓർമ്മക്കുറവ്, മോഷണം, പണം മറ്റും കടം വാങ്ങുന്ന ശീലം, പഠന പ്രശ്നങ്ങൾ, ജോലിയിൽ ശ്രദ്ധയില്ലായ്മ, ഏകാന്തവാസം, ഛർദി, തലവേദന, അൾസർ, വിഭ്രാന്തി, ഉറക്കമില്ലായ്മ, വിഷാദം, വ്യക്തിബന്ധങ്ങളുടെ ഉള്ള പ്രശ്നങ്ങൾ, ലൈംഗിക തകരാറുകൾ, മനോജന്യ രോഗങ്ങൾ, നടുവേദന, കഴുത്തുവേദന, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൈബർ അഡിക്ഷൻ കൊണ്ട് ഉണ്ടാകുന്നു. അധിക സമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ശരീരത്തിലെ ഊർജ്ജത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് റേഡിയേഷൻ പോലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മുടെ എല്ലാം ശരീരത്തിൽ ആധാരചക്രങ്ങളുണ്ട്. യോഗ ഭാഷയിൽ അതിനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നിങ്ങനെ പേരുകൾ നൽകുന്നു. ഈ ഓരോ ചക്രങ്ങളും ഓരോ ഗ്രന്ഥികളുടെ കേന്ദ്രമാണ്. നാളീരഹിതമായ ഗ്രന്ഥികളാണിവ, ചക്രങ്ങൾ. ചക്രങ്ങളുടെ പ്രവർത്തനക്ഷമത ഉണ്ടാക്കുന്നത്, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ചക്രങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെ സ്മാർട്ട് ഫോണിൻ്റെയോ റേഡിയേഷൻ കൊണ്ട് ഹോർമോണുകൾക്ക് വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. തന്നിമിത്തം രോഗങ്ങൾ, മാനസികാവസ്ഥയിലുണ്ടാകുന്ന അസ്വസ്ഥങ്ങൾ ഒക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. എൻ്റെ അടുക്കൽ എത്തിയ ഒരു കുട്ടിക്ക് മൊബൈൽ ഫോണ് അധികം ഉപയോഗിക്കുന്നൊരു ശീലം. ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനും മറ്റും ഓൺലൈൻ ക്ലാസ്സുകൾക്ക് വേണ്ടി മൊബൈൽ ആവശ്യമായിരുന്നു. അത് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പോഴും ആവശ്യത്തിലധികം മൊബൈലുകളാണ് ധാരാളം നമ്മുടെ കുട്ടികൾ മറ്റുപയോഗിക്കുന്നത്. അങ്ങനെ മൊബൈൽ അധികം ഉപയോഗിക്കുന്നതും ഒരു നിയന്ത്രണവും ഇല്ലാതെ വന്നൊരു കുട്ടി എൻ്റെ അടുത്ത് വരികയും ആ കുട്ടിക്ക് ഹിപ്നോ തെറാപ്പിക്ക് വിധേയമാക്കുകയും ബോധ മനസ്സിന് സജഷൻ നൽകുകയും
ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സും സബ് കോൺഷ്യസും കൊടുക്കുകയും അതിൽ നിന്ന് വിരക്തി ഉണ്ടാകാനായിട്ടുള്ള സജഷൻസുകളൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുകയുണ്ടായി. പിന്നീട് സോഷ്യൽ ആക്ടിവിറ്റീസിലും അതുപോലെ ഡെയിലി ഒരു റൂട്ടീൻ ഫോളോ ചെയ്യാനും അതുപോലെ പഠിത്തത്തിനും മറ്റുമായിട്ടൊരു നിഷ്ഠയായിട്ടൊരു ടൈമിങ്ങും ഒക്കെ ചെയ്യുവാനായി ആ കുട്ടിയെ ഞാൻ ഉപദേശിക്കുകയും ആ കുട്ടിയുടെ കൂടെ വന്ന മാതാവിനോട് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫോൺ നൽകിയാൽ മതിയെന്നും അത് ഒരു സേഫ് കസ്റ്റഡിയിൽ വയ്ക്കാൻ പറയേണ്ട പോലും വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ അമിതമായി ഉപയോഗിക്കുന്ന എന്ത് കാര്യത്തിനെയും അഡിക്ഷൻ എന്ന് പറയും. ഇന്ന് സൈബർ ലോകത്തിലെ അനവധി പ്ലാറ്റ്ഫോമുകളാണുള്ളത്. സോഷ്യൽ മീഡിയയും അതുപോലെ വിർച്വൽ പ്ലാറ്റ്ഫോമുകളും ഒക്കെയുണ്ട്. അപ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സമയവും ഇൻവോൾവായി കഴിയുമ്പോൾ ഒരു ഹാലൂസിലേഷനോ അല്ലെങ്കിൽ ഒരു ഹാങ് ഓവറോ ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ആ വ്യക്തി തന്നെ സ്വയം ആഗ്രഹിക്കുകയും ഒരു പ്രാവീണ്യമുള്ള ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ പോവുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താനായിട്ട് പ്രതിപ്രസവ സാധന പോലെ അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെല്ലുകയോ അതുപോലെ ഹീലിംഗ് ചെയ്യുന്ന വഴിയും ആധാരചക്രങ്ങളുള്ള കുഴപ്പങ്ങളും പ്രശ്നങ്ങളും മാറ്റാനും സാധിക്കുന്നതാണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മകള് കമ്പ്യൂട്ടറിൻ്റെ അധികം ഉപയോഗം മൂലം ഉണ്ടായ അസ്വസ്ഥതകൾ കാരണം ആധാരചക്രങ്ങളുണ്ടായ പ്രശ്നം കൊണ്ട് ആ കുട്ടിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ഹീലിംഗ് നൽകുകയും എൻട്രൻസ് ടെസ്റ്റ് പഠിക്കുക ഇരുന്ന കൂട്ടത്തിൽ ഇതിലധികം ഉപയോഗിക്കുന്ന കാരണത്താൽ ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഹീലിംഗ് സഹായിക്കുകയും ചെയ്യുകയും അതിനുശേഷം ആ കുട്ടി വിദേശ പഠനത്തിന് വേണ്ടി പോവുകയും അവിടെ നിന്നും നന്നായി പഠിച്ച് ഇന്ന് വിദേശത്ത് തന്നെ ഒരു ഡോക്ടറായിട്ട് ആ കുട്ടി ജോലി ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിന് നമുക്ക് സജഷൻ കൊടുക്കാനായിട്ട് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതിനൊരു മാർഗമുണ്ട്. കണ്ണടച്ച് സമാധാനമായി ഇരിക്കുന്ന ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് നട്ടെല്ലെന്നൂർന്നിരുന്ന് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്തത്, അതായത് നമ്മളെ സൗണ്ടൊന്നും എക്സ്റ്റേണലായിട്ടുള്ള സൗണ്ടൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്തൊരു സ്ഥലത്ത് ഇരുന്ന് സാവകാശം കണ്ണടച്ച് നട്ടെല്ലെന്നൂർന്നിരിക്കുക. അതിനുശേഷം 100 മുതൽ 0 വരെ എണ്ണണം സാവകാശം. അപ്പോൾ ആ 0 എത്തുമ്പോൾ നമ്മുടെ തലച്ചോറിൻ്റെ തരംഗദൈർഘ്യം ആൽഫ ലെവലിൽ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കേണ്ട സജഷനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ നൽകാവുന്നതാണ്. അവിടെ അങ്ങനെ സജഷൻ കൊടുക്കുന്ന വഴി അതിനുവേണ്ടി രാവിലെയും വൈകിട്ടും ഒരു 10 മിനിറ്റോ 5 മിനിറ്റോ അതിനുവേണ്ടി തിരഞ്ഞെടുത്ത് ആ സജഷൻ കൊടുക്കുന്ന വഴി നമ്മുടെ ന്യൂറോപാത്തുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹാബിറ്റിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആഗ്രഹമല്ല, നമ്മൾ അതിനായിട്ട് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്കതിന് ഫലമുണ്ടാകും, ഉറപ്പായും.